ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 20 ബൈബിൾ ക്വിസ്. ലേവ്യൻ വെപ്പാട്ടിയെ 12 ഖണ്ഡമാക്കി വിഭാഗിച്ച് ഇസ്രയേലിന്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ച സംഭവത്തിനു ശേഷം എവിടം മുതൽ എവിടം വരെയുള്ള ഇസ്രയേൽ മക്കളുടെ സഭയൊക്കെയും മിസ്പയിൽ ഏക മനസ്സോടെ യഹോവയുടെ സന്നിധിയിൽ വന്നുകൂടി. ദാൻ മുതൽ ബെർശേബ വരെയും ഗിലെയാദ് ദേശത്തും ഉള്ള ലേവ്യൻ വെപ്പാട്ടിയെ 12 ഖണ്ഡമാക്കി വിഭാഗിച്ച് ഇസ്രയേലിന്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ച സംഭവത്തിന് ശേഷം ദാൻ മുതൽ ബെർശേബ വരെയുള്ള എല്ലാ ഇസ്രയേൽ മക്കളുടെ സഭയൊക്കെയും ഏക മനസ്സോടെ ആരുടെ സന്നിധിയിൽ മിസ്പയിൽ വന്നുകൂടി? യഹോവയുടെ സന്നിധിയിൽ വന്നുകൂടി. ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളുമായ സർവ്വജനത്തിന്റെയും പ്രധാനികളും ആയുധപാണികളുമായ എത്ര കാലാളും മിസ്പയിൽ ദൈവത്തിന്റെ ജനസംഘത്തിൽ വന്നു നിന്നു. 4,00,000 കാലാളും. എല്ലാ ഇസ്രയേലിലും മിസ്പയിൽ കൂടിയപ്പോൾ ഇസ്രയേൽ മക്കൾ ചോദിച്ചതെന്ത്? ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന് പറവീൻ. ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന് ഇസ്രയേൽ മക്കൾ ചോദിച്ചതിന് ആര് ഉത്തരം പറഞ്ഞു? കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ ഉത്തരം പറഞ്ഞു. ഞാനും എൻ്റെ വെപ്പാട്ടിയും എവിടെ രാപാർപ്പാൻ ചെന്നു എന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞത്. ബെന്യാമീൻ ദേശത്ത് ഗിബെയയിൽ രാപാർപ്പാൻ ചെന്നു. ഗിബെയ നിവാസികൾ തന്നെ എന്തു ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞത്. എന്റെ നേരെ എഴുന്നേറ്റ് രാത്രിയിൽ എന്റെ നിമിത്തം വീട് വളഞ്ഞു എന്നെ കൊല്ലുവാൻ ഭാവിച്ചു. ഗിബെയ നിവാസികൾ തന്നെ കൊല്ലാൻ ശ്രമിച്ച് തന്റെ വെപ്പാട്ടിയെ എന്തു ചെയ്തു എന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞത്. എന്റെ വെപ്പാട്ടിയെ അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി. തന്റെ വെപ്പാട്ടി എങ്ങനെ മരിച്ചു എന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞത്. അവർ ബലാത്കാരം ചെയ്തതിനാൽ. തന്റെ വെപ്പാട്ടിയെ ഖണ്ഡം ഖണ്ഡമാക്കി ഇസ്രയേലിന്റെ അവകാശ ദേശത്തൊക്കെയും കൊടുത്തയച്ചത് എന്തുകൊണ്ടാണെന്നാണ് ലേവ്യൻ പറഞ്ഞത്. ഗിബെയക്കാർ ഇസ്രയേലിൽ ദുഷ്കർമ്മവും വഷളത്വവും പ്രവർത്തിച്ചതുകൊണ്ട്. തന്റെ വെപ്പാട്ടിയെ ഖണ്ഡം ഖണ്ഡമാക്കി ഇസ്രയേലിന്റെ അവകാശ ദേശത്തൊക്കെയും കൊടുത്തയച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ലേവ്യൻ പറഞ്ഞതെന്ത്? നിങ്ങളെല്ലാവരും ഇസ്രയേല്യരല്ലോ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവീൻ. ഇസ്രയേല്യർ സർവ്വജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതെന്ത്? നമ്മിൽ ആരും തന്റെ കൂടാരത്തിലേക്ക് പോകരുത്, ആരും വീട്ടിലേക്ക് തിരികെയും അരുത്. നാം ഇപ്പോൾ ഗിബെയയോട് ചെയ്യേണ്ട കാര്യമാവത്, നാം അത് സംബന്ധിച്ച് ചീട്ടിടണം. ഇസ്രയേലിൽ പ്രവർത്തിച്ച സകല വഷളത്വത്തിനും പകരം ചെയ്യേണ്ടതിന് ജനം ഗിബെയയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രയേൽ ഗോത്രങ്ങളിൽ എത്ര പേരെ എടുക്കണം എന്നാണ് പറഞ്ഞത്. ഇസ്രയേൽ ഗോത്രങ്ങളിൽ 100-ൽ 10 പേരെയും 1000-ൽ 100 പേരെയും 10,000-ൽ 1000 പേരെയും എടുക്കണം. ഗിബെയ പട്ടണത്തിന് വിരോധമായി ഏക മനസ്സോടെ യോജിച്ചവർ ആരാണ്? ഇസ്രയേല്യർ ഒക്കെയും. ഇസ്രയേൽ ഗോത്രങ്ങൾ ബെന്യാമീൻ ഗോത്രത്തിലെങ്ങും ആളയച്ച് പറയിച്ചതെന്ത്? നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ദോഷം നടന്നത് എന്ത്?
ആരെ നീക്കിക്കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവീൻ എന്നാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമീൻ ഗോത്രത്തിലെങ്ങും ആളയച്ച് പറയിച്ചത്. ഗിബെയയിലെ ആ നീചന്മാരെ ഞങ്ങൾ കൊന്ന് ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവീൻ. ബെന്യാമീനരോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ എന്തു ചെയ്തു? ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബെയയിൽ വന്നുകൂടി. ഗിബെയ നിവാസികളിൽ എണ്ണിത്തിരിച്ച 700 വിരുതന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീനർ എത്ര ആയുധപാണികൾ കൂടെ ഉണ്ടായിരുന്നു? 26,000 ആയുധപാണികൾ. ബെന്യാമീനരിൽ ഈ ജനത്തിലെല്ലാം ഇടതുകയ്യന്മാരായ എത്ര വിരുതന്മാർ ഉണ്ടായിരുന്നു? 700 വിരുതന്മാർ. ബെന്യാമീനരിൽ ഇടതുകയ്യന്മാരായ എല്ലാ 700 വിരുതന്മാർക്കും എന്തിനു വളരെ കൃത്യതയുണ്ടായിരുന്നു. ഒരു രോമത്തിനു പോലും ഏറുപിഴയ്ക്കാത്ത കവണക്കാർ ആയിരുന്നു. ഇസ്രായേലിൽ യോദ്ധാക്കളായ എത്ര ആയുധപാണികൾ ഉണ്ടായിരുന്നു? 4,00,000 ആയുധപാണികൾ. ബെന്യാമീനരോട് പടവെട്ടുവാൻ ഞങ്ങളിൽ ആർ മുമ്പനായി ചെല്ലേണ്ടു എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിപ്പാൻ ഇസ്രായേൽ മക്കൾ എവിടെ ചെന്നു? ബേഥേലിലേക്ക് ചെന്നു. ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബേഥേലിലേക്ക് ചെന്ന് ബെന്യാമീനരോട് പടവെട്ടുവാൻ ഞങ്ങളിൽ ആർ മുമ്പനായി ചെല്ലേണ്ടു എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ യഹോവ അരുളി ചെയ്തതെന്ത്? യഹൂദ മുമ്പനായി ചെല്ലട്ടെ. ഇസ്രായേൽ ബെന്യാമീനരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട് എവിടെയാണ് അവരുടെ നേരെ അണിനിരന്നത്? ഗിബെയയിൽ. ബെന്യാമീൻ ഗോത്രക്കാർ ഗിബെയയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിൽ എത്ര പേരെയാണ് സംഹരിച്ചു വീഴ്ചത്? ഇസ്രായേലിൽ 27,000 പേരെ അന്ന് സംഹരിച്ചു വീഴിച്ചു. തങ്ങളുടെ സഹോദരന്മാരോട് ഇനിയും യുദ്ധത്തിന് പോകണമോ എന്ന് ഇസ്രായേൽ യഹോവയോട് ചോദിച്ചപ്പോൾ യഹോവ എന്ത് അരുളി ചെയ്തു? അവരുടെ നേരെ ചെല്ലുവിൻ എന്ന് യഹോവ അരുളി ചെയ്തു. ഇസ്രായേല്യർ ധൈര്യപ്പെട്ട് പിന്നെയും പടയ്ക്ക് അണിനിരന്നതെവിടെ? ഒന്നാം ദിവസം അണിനിരന്ന സ്ഥലത്തു തന്നെ. ബെന്യാമീനർ രണ്ടാം ദിവസവും ഗിബെയയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ട് ഇസ്രായേൽ മക്കളിൽ എത്ര പേരെ സംഹരിച്ചു വീഴിച്ചു? ഇസ്രായേൽ മക്കളിൽ പിന്നെയും 18,000 പേരെ സംഹരിച്ചു വീഴിച്ചു. ബെന്യാമീനർ രണ്ടാം ദിവസവും ഗിബെയയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ട് ഇസ്രായേൽ മക്കളിൽ 18,000 പേരെ സംഹരിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ ഒക്കെയും സർവ്വജനവും എവിടെ കയറി ചെന്നാണ് യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞത്? ബേഥേലിലേക്ക്. ബെന്യാമീനർ രണ്ടാം ദിവസവും ഗിബെയയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ട് ഇസ്രായേൽ മക്കളിൽ 18,000 പേരെ സംഹരിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ ബേഥേലിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞ് സന്ധ്യ വരെ ഉപവസിച്ചു പാർത്ത് യഹോവയുടെ സന്നിധിയിൽ എന്തെല്ലാം അർപ്പിച്ചു? ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. അക്കാലത്ത് നിയമപ്പെട്ടകം എവിടെ ഉണ്ടായിരുന്നു? ബേഥേലിൽ.
അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത് ആരായിരുന്നു? അഹരോന്റെ മകനായ എലയാസറിന്റെ മകൻ ഫീനെഹാസ് ആയിരുന്നു. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീന്യരോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞു കളയണമോ എന്ന് ഇസ്രയേല്യർ 3-ാം പ്രാവശ്യം ചോദിച്ചതിന് യഹോവ എന്ത് മറുപടി പറഞ്ഞു? ചെല്ലുവിൻ, നാളെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ അരുളിച്ചെയ്തു. ഇസ്രയേല്യർ എന്തിനു ചുറ്റുമാണ് പതിയിരിപ്പുകാരെ ആക്കിയത്? ഗിബെയയ്ക്ക് ചുറ്റും. ഇസ്രായേൽ മക്കൾ 3-ാം ദിവസവും ബെന്യാമീന്യരുടെ നേരെ പുറപ്പെട്ട് മുൻപിലത്തെ പോലെ ആരുടെ നേരെ പടയ്ക്ക് അണിനിരന്നു? ഗിബെയയുടെ നേരെ. ഇസ്രായേൽ മക്കൾ 3-ാം ദിവസവും മുൻപിലത്തെ പോലെ ഗിബെയയ്ക്ക് നേരെ പടയ്ക്ക് അണിനിരന്നപ്പോൾ ബെന്യാമീന്യർ എന്തു ചെയ്തു? പടജനത്തിന് നേരെ പുറപ്പെട്ട് പട്ടണം വിട്ട് പുറത്തായി. ബെന്യാമീന്യർ പടജനത്തിന് നേരെ പുറപ്പെട്ട് ഇസ്രയേലിനെതിരായി എന്തെല്ലാം ചെയ്തു? ബേഥേലിലേക്കും വയലിൽ കൂടി ഗിബെയയിലേക്കും പോകുന്ന 2 പെരുവഴികളിൽ വെച്ച് മുമ്പിലത്തെ പോലെ പടജനത്തിൽ ചിലരെ വെട്ടിത്തുടങ്ങി. ബെന്യാമീന്യർ ബേഥേലിലേക്കും വയലിൽ കൂടി ഗിബെയയിലേക്കും പോകുന്ന 2 പെരുവഴികളിൽ വെച്ച് മുമ്പിലത്തെ പോലെ ഇസ്രായേൽ പടജനത്തിൽ ചിലരെ വെട്ടി എത്ര പേരെ കൊന്നു? ഏകദേശം 30 പേരെ കൊന്നു. ബെന്യാമീന്യർ മുമ്പിലത്തെ പോലെ ഇസ്രായേൽ പടജനത്തിൽ ചിലരെ വെട്ടി ഇസ്രായേലിൽ ഏകദേശം 30 പേരെ കൊന്നപ്പോൾ അവർ പറഞ്ഞതെന്ത്? അവർ മുമ്പിലത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് ബെന്യാമീന്യർ പറഞ്ഞു. നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴികളിലേക്ക് ആരെ ആകർഷിക്ക എന്നാണ് ഇസ്രായേല്യർ പറഞ്ഞത്? ബെന്യാമീന്യരെ. ഇസ്രായേല്യർ ഒക്കെയും തങ്ങളുടെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് എവിടെയാണ് അണിനിരന്നത്? ബാൽ താമാരിൽ പടയ്ക്ക് അണിനിരന്നു. എവിടെ പതിയിരുന്ന ഇസ്രായേല്യരുടെ പതിയിരിപ്പുകാരാണ് തങ്ങൾ ഇരുന്നിടത്ത് നിന്ന് പുറപ്പെട്ടത്? ഗിബെയയുടെ പുൽപ്പുറത്ത് നിന്ന് പുറപ്പെട്ടു. എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന എത്ര പേരാണ് ഗിബെയയ്ക്ക് നേരെ ചെന്നത്? 10,000 പേർ. യഹോവ ബെന്യാമീൻ ഗോത്രക്കാരെ ആരുടെ മുമ്പിൽ തോൽക്കുമാറാക്കി? ഇസ്രായേലിന്റെ മുമ്പിൽ. ബെന്യാമീന്യരിൽ എത്ര ആയുധപാണികളെയാണ് ഇസ്രായേൽ മക്കൾ സംഹരിച്ചത്? 25,100 പേരെ. ഇസ്രായേല്യർ ഗിബെയയ്ക്കരികെ ആക്കിയിരുന്ന ആരെ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ബെന്യാമീന്യർക്ക് സ്ഥലം കൊടുത്തത്? പതിയിരിപ്പുകാരെ വിശ്വസിച്ചിരുന്നത് കൊണ്ട്. പതിയിരിപ്പുകാർ എവിടേക്കാണ് പാഞ്ഞു കയറിയത്? ഗിബെയയിൽ. പതിയിരിപ്പുകാർ ഗിബെയയിലേക്ക് പാഞ്ഞു കയറി പട്ടണത്തെ ഒക്കെയും എന്തു ചെയ്തു? വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു കളഞ്ഞു.
ഇസ്രയേല്യർ പതിയിരിപ്പുകാരുമായി എന്തു പറഞ്ഞൊത്തിരുന്നു? പട്ടണത്തിൽ നിന്നും അടയാളമായിട്ട് ഒരു വലിയ പുക പൊങ്ങുമാറാക്കണമെന്ന്. ഇസ്രയേല്യർ പടയിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ബെന്യാമീന്യർ ഇസ്രയേല്യരെ വെട്ടിനുറുക്കി എത്ര പേരെ കൊന്നു? ഏകദേശം 30 പേരെ കൊന്നു. മുൻകഴിഞ്ഞ പടയിലെ പോലെ അവർ നമ്മുടെ മുമ്പിൽ നിന്ന് തോറ്റോടുന്നു എന്ന് ബെന്യാമീന്യർ പറഞ്ഞതെപ്പോൾ? ഇസ്രയേല്യർ പടയിൽ പിൻവാങ്ങിയപ്പോൾ. പട്ടണത്തിൽ നിന്ന് അടയാളം ഒരു വലിയ പുകത്തൂണായി പൊങ്ങിത്തുടങ്ങിയപ്പോൾ ബെന്യാമീന്യർ പിറകോട്ട് നോക്കി കണ്ടതെന്ത്? പട്ടണം മുഴുവനും ആകാശത്തോളം കത്തിപ്പൊങ്ങുന്നത് കണ്ടു. തങ്ങൾക്ക് ആപത്ത് ഭവിച്ചു എന്ന് കണ്ട് ബെന്യാമീന്യർ എന്ത് ചെയ്തു? അവർ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞ ബെന്യാമീന്യരെ പിന്തുടർന്നതാര്? പട അവരെ പിന്തുടർന്നു. ബെന്യാമീന്യരെ വളഞ്ഞ് ഓടിച്ച് എവിടെ വെച്ച് അവരെ പിടികൂടി? ഗിബെയക്കെതിരെ കിഴക്ക് അവരുടെ വിശ്രാമ സ്ഥലത്ത് വെച്ച്. ബെന്യാമീന്യർ എത്ര പേർ പട്ടുപോയി? 18,000 പേർ പട്ടുപോയി. പട്ടുപോയ ബെന്യാമീന്യർ എല്ലാവരും എങ്ങനെയുള്ളവരായിരുന്നു? അവർ എല്ലാവരും പരാക്രമശാലികൾ ആയിരുന്നു. മരുഭൂമിയിൽ റിമ്മോൻ പാറയ്ക്ക് ഓടിയ ബെന്യാമീന്യരിൽ എത്ര പേരെ ഇസ്രയേല്യർ പെരുവഴികളിൽ വെച്ച് ഒറ്റയൊറ്റയായി പിടിച്ചു കൊന്നു? 5,000 പേരെ. ഇസ്രയേല്യർ ഗിദോമോളം പിന്തുടർന്ന് അവരിലും എത്ര പേരെ വെട്ടിക്കളഞ്ഞു? അവരിലും 2,000 പേരെ വെട്ടിക്കളഞ്ഞു. പരാക്രമശാലികളായ ആകെ എത്ര ബെന്യാമീന്യർ അന്ന് പട്ടുപോയി? 25,000 ആയുധപാണികൾ. 600 പേർ തിരിഞ്ഞ് മരുഭൂമിയിൽ എവിടെ വരെ ഓടി? മരുഭൂമിയിൽ റിമ്മോൻ പാറ വരെ ഓടി. മരുഭൂമിയിൽ റിമ്മോൻ പാറ വരെ ഓടിയ 600 ബെന്യാമീന്യർ അവിടെ എത്ര മാസം പാർത്തു? അവിടെ 4 മാസം പാർത്തു. ഇസ്രയേല്യർ പിന്നെയും ബെന്യാമീന്യരുടെ നേരെ തിരിഞ്ഞ് ആരെയെല്ലാം വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ഓരോ പട്ടണം മുഴുവനെയും മൃഗങ്ങളെയും കണ്ട സകലത്തെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.